നിങ്ങളുടെ മക്കളുടെ വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. അതായത് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി അവരെ വിജയത്തിലേക്ക് നയിക്കേണ്ടത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. ചിലരുടെ മുൻവിധികൾ ഒരു കുട്ടിയുടെ കഴിവുകളെ അളക്കുന്നതിൽ പരാജയപ്പെട്ടേക്കാം. ഇവനല്ലെങ്കിൽ ഇവൾ കൊള്ളില്ല എന്നുള്ള ലേബലുകൾ അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർത്തേക്കും. തോമസ് ആൽവ എഡിസന്റെ ജീവിതം ഒരു വലിയ പാഠമാണ്. സ്കൂളിൽ മന്ദബുദ്ധി എന്ന ലേബലിൽ പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു തോമസ് ആൽവ എഡിസൺ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ നാൻസി മാത്യു ഏലിയറ്റ് ആ വിധി തള്ളിക്കളഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം സ്കൂൾ വിട്ടു വന്ന തൻ്റെ മകൻ ആ അമ്മയുടെ കയ്യിൽ ഒരു ലെറ്റർ നൽകുകയും സന്തോഷത്തോടു കൂടിയാണ് ആ മകൻ വരുന്നത്. ആ ലെറ്റർ അമ്മയ്ക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ആ അമ്മ ലെറ്റർ വായിച്ച് വളരെയധികം വിഷമിച്ചു. ആ അമ്മ കരയുന്നത് കണ്ട് ആ മകൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മേ അമ്മ കരയുന്നത്? എന്താണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്ന്. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്തതിനാൽ ഈ സ്കൂളിൽ പഠിക്കാൻ ഇനി അയക്കരുത്, വീട്ടിലിരുത്തി നിങ്ങളുടെ മകനെ പഠിപ്പിച്ചാൽ മതി എന്നതായിരുന്നു. ഇത് കണ്ട് കണ്ണു നിറഞ്ഞുപോയി ആ അമ്മയുടെ മനസ്സ്. പക്ഷേ ആ അമ്മ അത് പുറത്ത് കാണിക്കാതെ വളരെ സമീപനം പാലിച്ച് ആ കുഞ്ഞിനോട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞു, മകനെ, ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് നീ വളരെ വലിയ ജീനിയസാണ്. നിന്നെ പഠിപ്പിക്കാൻ തക്കതായ അത്രയും ജീനിയസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിന്റെ സ്കൂളിൽ ഇല്ല. ആ കാരണത്താൽ നിങ്ങളുടെ മകൻ വീട്ടിലിരുന്ന് പഠിക്കട്ടെ എന്നതാണ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്നതാണ് ആ അമ്മ മകനോട് പറയുന്നത്. അങ്ങനെ ആ അമ്മ വിധിയെ തള്ളിക്കളഞ്ഞ് തൻ്റെ മകനെ വിശ്വസിച്ച് സ്നേഹത്തോടു കൂടി ആ മകനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ അമ്മയുടെ സ്നേഹവും അചഞ്ചലമായ സപ്പോർട്ടും, അതായത് അചഞ്ചലമായ പ്രോത്സാഹനവും കൊണ്ട് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി തോമസ് ആൽവ എഡിസൺ പിൽക്കാലത്ത് മാറുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്തെന്നാൽ, നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് നമ്മളാണ്. അതായത് അവർ എന്തായി തീരണം എന്ന് നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരുടെ മുൻവിധികളല്ല. മറ്റുള്ളവരുടെ മുൻവിധികൾക്ക് വിട്ടുകൊടുക്കാതെ അവർക്ക് വേണ്ടത്ര സ്നേഹവും വേണ്ടത്ര പ്രോത്സാഹനവും നൽകിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ അവരെത്തും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അവരെ കൂടെ നിൽക്കണം, സപ്പോർട്ടായി നമ്മൾ അവരെ കൂടെ നിൽക്കണം. എല്ലാവരും എല്ലാറ്റിലും എടുക്കാരല്ല. ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുകൾ കാണും. നാം അവരുടെ കഴിവുകളെ തിരിച്ചറിയണം. എന്നിട്ട് അവരുടെ കഴിവുകളെ നാം പ്രോത്സാഹിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. പറയുന്നത് കേട്ടിട്ടുണ്ട്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒരു കഴിവുമില്ലാത്ത ഒരു കുട്ടിയാണ്. ഇങ്ങനെ പറയുന്നതിന് പകരം നിനക്ക് കഴിയും എന്ന് ഒരു പ്രാവശ്യം അവനോട് പറഞ്ഞു നോക്കൂ. നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വളർച്ച നിങ്ങൾക്ക് മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുട്ടികൾക്ക് വേണ്ടത് വിശ്വാസമാണ്. അതായത് വിശ്വാസം നൽകി നമ്മൾ അവർക്കൊപ്പമുണ്ടെന്ന് അവർ വിശ്വസിക്കണം. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു പ്രോത്സാഹനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വളർച്ചയായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെ പ്രോത്സാഹനവും പിന്തുണയും നിങ്ങളുടെ കുട്ടിക്ക് നൽകുകയാണെങ്കിൽ മറ്റുള്ളവർ എഴുതിയ വിധിയെ മാറ്റി എഴുതി അവർ ജീവിതത്തിൽ വിജയിക്കും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. തോമസ് ആൽവ എഡിസൺ തൻ്റെ അമ്മ വായിച്ച കത്തറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് വലിയൊരു ശാസ്ത്രജ്ഞനായതിനു ശേഷം എപ്പോഴോ തൻ്റെ വീട്ടിലെ അലമാരയിൽ ഡ്രാ തുറന്നപ്പോൾ അവിടെ കണ്ടത് പഴയ ഒരു കത്തായിരുന്നു. അന്ന് ആ എഡിസന് മനസ്സിലായി, ഇതാണ് അന്ന് തൻ്റെ അമ്മയ്ക്ക് ടീച്ചർ നൽകിയ കത്ത് എന്ന്. പക്ഷെ അന്നത് വായിച്ചപ്പോൾ എഡിസന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ആ കത്തിൽ എഴുതിയിരിക്കുന്നതല്ല അന്നമ്മ പറഞ്ഞത്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കുട്ടി മന്ദബുദ്ധിയായതിനാൽ സ്കൂളിൽ അയക്കണ്ട എന്നതായിരുന്നു. അത് തിരിച്ചറിഞ്ഞ നിമിഷം എഡിസൺ കരഞ്ഞുപോയി. തൻ്റെ അമ്മയെ ഒന്ന് ഓർത്തുപോയി.
തൻ്റെ അമ്മ അന്ന് പ്രോത്സാഹനം നൽകിയില്ലായിരുന്നെങ്കിൽ താൻ ചിലപ്പോൾ ഈ ഒരു നിലയിൽ എത്തില്ലായിരുന്നു എന്ന് എഡിസൺ തിരിച്ചറിഞ്ഞു. എഡിസന്റെ അമ്മ താൻ ആ കത്ത് വായിക്കുന്ന സമയം ജീവിച്ചിരിപ്പില്ലായിരുന്നു. പക്ഷേ ആ അമ്മയുടെ അചഞ്ചലമായ സപ്പോർട്ടും ആ അമ്മയുടെ സ്നേഹവും ആ ഒരു ബാലനെ തോമസ് ആൽവ എഡിസൺ എന്ന് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിത് പരീക്ഷിച്ചുകൂടാ? കൂടുതൽ ഇതുപോലെയുള്ള അറിവിലേക്കായി ചാനൽ ഫോളോ ചെയ്യും. പുതിയൊരു വീഡിയോയുമായി